Hi friends, salt and pepperil നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു വെറൈറ്റി ചിക്കൻ റോസ്റ്റ് ആണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം. കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി അരിഞ്ഞത് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടീസ്പൂൺ, മുളക് പൊടി 2.5 സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 3 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, സവോള അരിഞ്ഞത് 2 എണ്ണം, തക്കാളി അരിഞ്ഞത് 1 എണ്ണം, പച്ചമുളക് അരിഞ്ഞത് 2 എണ്ണം, വറ്റൽമുളക് 4 എണ്ണം, പാല് 2 ടീസ്പൂൺ, പിന്നെ ചിക്കനും. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അതിനാദ്യമായി ചിക്കന്റെ കഷ്ണങ്ങൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് എന്നിവയിൽ ചേർത്ത് മിക്സ് ചെയ്ത് 5 മിനിറ്റ് മാറ്റിവെക്കണം. എന്നിട്ട് അതിനെ ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. ഒത്തിരി ഫ്രൈ ആകേണ്ട, സോഫ്റ്റി പീസസ് ആയിരിക്കണം. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ ഇഞ്ചി 1 സ്പൂൺ അരിഞ്ഞതും വെളുത്തുള്ളി 1 സ്പൂൺ അരിഞ്ഞതും ചേർത്ത് മൂപ്പിക്കാം. ഇതിലേക്ക് സവോള അരിഞ്ഞത് 1 എണ്ണവും ചേർത്ത് വഴറ്റാം. ഉപ്പ് അല്പം ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് സവാള വാടിക്കിട്ടും. ഇതിലേക്ക് 1 തക്കാളി കൂടി അരിഞ്ഞതും പച്ചമുളക് 2 എണ്ണം അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് വഴറ്റി സ്റ്റൗവിൽ നിന്നും മാറ്റിവെക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി 1 ടീസ്പൂണും ചേർത്ത് വീണ്ടും വഴറ്റുക. ഇതെല്ലാം കൂടി മിക്സ് ആക്കാൻ വേണ്ടി അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ആക്കുക. പിന്നീട് അല്പം കൂടി വെള്ളം ചേർക്കുക. മിക്സഡ് കൂട്ടായി വരുമ്പോൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് മിക്സ് ആക്കുക. ലാസ്റ്റ് പശുവിന്റെ പാല് 2 ടീസ്പൂണും ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ടേസ്റ്റി റെസിപ്പികൾക്കായി ഈ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.